അറിഞ്ഞില്ലേ നിങ്ങള്? പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽ മാരാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ്. എന്താടാ വെള്ളം പാനി? ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയമുയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത്. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഡ്യൂടെ വേലിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി. ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് പ്രതികരിച്ചത്. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. വാവിട്ട വാക്ക് തിരിച്ചെടുക്കാനാവില്ല, ഓർക്കണം. കൂടാതെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽ മാരാർ വീഡിയോയിൽ പറഞ്ഞത്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് ഇവനെ നിയമപരമായി തന്നെ ഒതുക്കാം. അവനെ നമ്മൾ അടപടല പൂട്ടും. ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പായ BNS 152 വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും അടുത്ത ദിവസം തന്നെ അഖിൽ മാരാർക്കിന്റെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുഭവിച്ചോ?